ഹലോ. VBG RAM-G എന്താണെന്നല്ലേ ഫുൾ ഫോം പറയാവേ. VB വികസിത ഭാരത്, G ഗ്യാരണ്ടി, 4 RAM റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ, ലാസ്റ്റത്തെ G ഗ്രാമീൺ. ശ്രദ്ധിച്ചു കേട്ടോണേ. വികസിത ഭാരത്, ഗ്യാരണ്ടി, 4 റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ, ഗ്രാമീൺ. എന്താണ് നമ്മുടെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നു. ലോകസഭയിൽ പുതിയൊരു ബില്ല് അവതരിപ്പിക്കുന്നു. എന്താണ് നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ചില ചേഞ്ചസ് കൊണ്ടുവരികയാണ്. ഇതിൻ്റെ പേര് ഇതാണ്, പുതിയ പേരാണ് വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. ഓക്കെ. അപ്പോൾ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അതായത് ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ 100 ദിവസത്തെ തൊഴിൽ ഉറപ്പുവരുത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ ഒരു പദ്ധതിയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അതിൻ്റെ ഒരു മാറ്റമാണ് പേര് മാറ്റം. ഇതാണ് പുതിയ പേര്. VBG RAM-G ആണ് അതിൻ്റെ ഷോർട്ട് ഫോം. ഓക്കെ. പുതിയ ബില്ല് പ്രകാരം ഈ ഒരു പദ്ധതിയുടെ ഫണ്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 60% ഫണ്ട് കേന്ദ്രത്തിൻ്റെയും 40% ഫണ്ട് സംസ്ഥാനത്തിൻ്റെതുമായിരിക്കും. 2047 ആകുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികമാണ്. അപ്പോൾ വികസിത ഭാരത് എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് രാഷ്ട്രം പുതിയ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നത്. ഈ ഒരു പദ്ധതി പ്രകാരം ഇത്രയും നാള് 100 ദിവസത്തെ തൊഴിൽ ദിനങ്ങളാണ് ഉറപ്പ് കൊടുത്തതെങ്കിൽ അത് 100ൽ നിന്നും ഇൻക്രീസ് ചെയ്യുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. 100ൽ നിന്നും പുതിയ ബില്ലിൽ എത്ര ദിവസമാണ് ഇനി ഈ ഒരു തൊഴിൽ ഉറപ്പ് എത്ര ദിവസമാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്? ഈ ഒരു പുതിയ ബില്ല് പ്രകാരം നമ്മുടെ VMG RAM-G പ്രകാരം പുതിയ തൊഴിൽ ദിനങ്ങൾ എത്രയാണ്, 100ന് പകരം എത്രയാണ് ഈ ബില്ലിൽ പറഞ്ഞിട്ടുള്ളത്? ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്താണെങ്കിലും മെജോറിറ്റി ആൻസേഴ്സ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ റൈറ്റ് ആൻസർ ആണ് വരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആൻസർ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ പുതിയ ഈ ഒരു ബില്ല് പ്രകാരം തൊഴിൽ ദിനങ്ങൾ 100ന് പകരം എത്രയാണെന്ന്.